ഹലോ മക്കളെ, 7ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരം ഓണം എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? എങ്ങനെ എഴുതിയാൽ മാർക്കിടും, എങ്ങനെ എഴുതിയാൽ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? കഴിഞ്ഞ തവണയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇത്തവണ അത് സാധിക്കുന്നില്ലല്ലേ? എന്നാൽ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് അടിപൊളിയായിട്ട് ഓൺ എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്താലോ? വളരെ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? മലയാളത്തിൽ നിങ്ങൾ ഒരുപാട് എഴുതാറുണ്ട്, എന്നാലും നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടാറില്ലല്ലേ? അങ്ങനെയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. ആ ടിപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലെ ആ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കി അടിപൊളി പഠിച്ചിട്ടുണ്ടാവല്ലേ? ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് കതൃചൂടും നാടിൻ പെരുമകൾ. പേര് പോലെ തന്നെ നാടിൻ്റെ മേന്മകളും ഗുണങ്ങളും ഒക്കെ തന്നെയാണല്ലേ നമുക്ക് ഈ പാഠങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഗ്രാമശ്രീകൾ, കുമ്മാട്ടി, വിത്തെന്ന മഹാത്ഭുതം. ആദ്യത്തെ കവിത അതിമനോഹരമായ മാധവമ്മ എഴുതി വച്ചിട്ടുണ്ടല്ലേ? കവിതയുടെ പേര് പോലെ തന്നെ വളരെ മനോഹരമായ ചിത്രത്തിലൂടെയാണല്ലേ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാമശ്രീകൾ എന്നാണ് ഈ കവിതയുടെ പേരല്ലേ? മാധവമ്മയുടെ ഒരു വലിയ കവിത തന്നെയാണല്ലേ ഗ്രാമശ്രീകൾ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലൈനും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയാലോ? നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ. മക്കളെ, ഈ വരിയുടെ അർത്ഥം എന്താണ്? എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ളത് ഈ മോഡലിലാണ്. 4 വരിയോ 5 വരിയോ ചിലപ്പോൾ 2 വരിയോ തന്നിട്ടാണ് നിങ്ങളോടതിൻ്റെ അർത്ഥം പരാമർശിക്കാനാണ് പറയാറുള്ളത്. അതല്ലെങ്കിൽ അതിൻ്റെ ആശയം വിവരിക്കൂ എന്നാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ലൈനും അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നേ ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത്, ഇവിടെ ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യത്തെയാണ്. ഗ്രാമശ്രീകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് എഴുതണം കേട്ടോ. ഈ കവിത എഴുതിയത് മാധവമ്മയാണെന്ന് പറഞ്ഞിട്ട് എഴുതുകയും വേണം. അതേപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ മേന്മകളെക്കുറിച്ചാണെന്ന് നിങ്ങൾ വിശദമായി എഴുതണം. ഈ 2 വരിയിലും ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ? കവയിത്രിയാണ് ഇത് പറയുന്നത്. നാണിച്ച് പോകുകയാണ് കവയിത്രി. നീളൻ കുട ചൂടി വരമ്പിൻ്റെ അരികിലായി നമ്മുടെ കവയിത്രി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് നോക്കി നിൽക്കുന്നത്? നമുക്ക് അടുത്തുള്ള വരികളിൽ നോക്കിയാലോ? ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. ഏത് വിശ്വവിദ്യാലയത്തിലാണ് നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുന്നത് എന്നാണ് കവയിത്രി അവിടെ നിന്ന് വരമ്പിലേക്ക് നോക്കി പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വരമ്പിൽ എന്തോ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലേ പറയുന്നത്. നമ്മൾ ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കി. ആദ്യത്തെ വരികളിൽ ഒന്നും തന്നെ ഇതൊരു കൃഷിയിടമാണോ, കർഷക തൊഴിലാളികൾ ചെയ്യുന്ന ജോലിയാണെന്നൊന്നും അടിസ്ഥാനമായിട്ട് പറയുന്നില്ല. പക്ഷെ പിന്നീടുള്ള വരികളിലാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം വരികളിലൊക്കെ പറയുന്നത് ആ ജോലിയുടെ മഹത്വത്തെയാണ് ഈ 2 വരിയിലും പറയുന്നത്. ഇവിടെ വിശ്വം എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് എല്ലാം തന്നെ പഠിപ്പിച്ചു തരുന്ന വിദ്യാലയം എന്നാണ്. ഈ എല്ലാ കാര്യങ്ങളും അറിയിച്ചു തരുന്ന വിദ്യാലയം ഏതാണെന്നാണ് കവയിത്രി സന്തോഷത്തോടെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2 വരിയിൽ നിന്നും ആ ജോലിയുടെ മഹത്വമാണ് പറയുന്നത്. കൈവശമാക്കുവാൻ ഈ കലാവൈഭവം മേധോരധ്യാപകൻ കൂട്ടുനിന്നു. ഈ വരിയിൽ പറയുന്നത് ഇതൊക്കെ കൈവശമാക്കാൻ, സ്വന്തമാക്കാൻ വേണ്ടി ഏത് അധ്യാപകനാണ് ഇതൊക്കെ നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത്? ഈ 2 വരിയുടെ അർത്ഥം നമുക്ക് തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ വരിയിലുണ്ട്. നാണിച്ചു പോകുന്നു കവയിത്രി എന്ന് പറയുന്നുണ്ട്.
നാണിച്ചു പോകുന്നത് ഇത് കണ്ടിട്ടാണ്. അപ്പോൾ ഈ 2 വരിയുടെ അർത്ഥത്തിൽ നിന്നും കവിത്രി നാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. മക്കളെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കൂ. കന്നി നെൽക്കണ്ടം ഉഴുതുമറിക്കുന്നു, മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. ഇവിടെ കന്നി എന്ന് പറയുന്നത് ആദ്യം എന്നാണ്. നമുക്കറിയാം കലണ്ടറിലെ ആദ്യ മാസം എന്ന് പറയുന്നത് കന്നിയല്ലേ. അതുപോലെ തന്നെയാണ് കന്നി എന്ന് പറയുന്നത്. ആദ്യ നെൽക്കണ്ടം ഉഴുതുമറിക്കുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ട് നെൽപ്പാടം ഉഴുതുമറിക്കുമ്പോൾ അവിടെ ഉള്ള മണ്ണിൻ്റെ പുതുമണം പൊങ്ങിടുന്നുണ്ട് എന്നാണ് കവിത്രി പറയുന്നത്. പുതുമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആദ്യമായി മണ്ണിൽ മഴ തട്ടുമ്പോൾ ഉണ്ടാകുന്ന മണത്തെയാണ് പുതുമണം എന്ന് പറയുന്നത്. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഉണ്ണിക്കതിരോൻ എന്ന് പറയുന്നത് ചെറിയ സൂര്യനെയാണ്, കുഞ്ഞി സൂര്യൻ എന്നൊക്കെയാണ്. അതിൽ ഉദ്ദേശിക്കുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെയാണ്. വിണ്ണെന്ന് പറയുന്നത് ആകാശമേറ്റ് ആകാശം മുഴുവൻ ചുവന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങേരും ഇങ്ങേരും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെണ്ണുങ്ങൾ എന്താണ് പാഞ്ഞെണീറ്റ്, അന്യോന്യം എന്ന് പറയുന്നത് പരസ്പരം ചൊല്ലി വിളിക്കുകയാണ്. ഈ വരിയുടെ അർത്ഥം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെണ്ണുങ്ങൾ എഴുന്നേറ്റിട്ട് മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് എന്താണ് അന്യോന്യം പരസ്പരം വിളിച്ചുകൊണ്ട് അവരെന്താണ് ഈ കൃഷിയിടത്തേക്ക് പോവുകയാണെന്നാണ്. അടുത്ത 2 വരി നോക്കിയാലോ. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കലോലക്കിളികൾ ചിലച്ചിടുന്നു. വേലി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ അതിർത്തികൾ മനസ്സിലാക്കിയിരുന്നത് വേലികൾ ഉപയോഗിച്ചായിരുന്നു. മരക്കുമ്പോളൊക്കെ വെച്ചിട്ടാണ് ഈ വേലികൾ നിർമ്മിക്കാറുള്ളത്. ആ വേലിയുടെ മുകളിൽ കൂടെയൊക്കെ ഒരുപാട് പച്ചിലകൾ പോയിട്ടുണ്ട്. ആ പച്ചിലകളിലെ മുകളിൽ ആര് കയറിയിരിക്കുകയാണ്? ലോലക്കിളികൾ, ചെറിയ കിളികൾ. എന്നിട്ട് അവർ പരസ്പരം സംസാരിച്ച് സന്തോഷിക്കുകയാണെന്നാണ് എന്ത് ചെയ്യുന്നത് ഈ 2 വരിയിൽ പറയുന്നത്. ഇവിടെ ചിലച്ചിടുന്നു എന്ന് പറയുന്നത് അവർ ശബ്ദമുണ്ടാക്കുകയാണെന്നാണ്. അത് സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷത്തോടെ പരസ്പരം എന്ത് ചെയ്യുകയാണ്? അവർ ചിരിച്ചും കളിച്ചും രസിക്കുകയാണെന്നാണ് ഈ 2 വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെന്നിക്കൽ കെട്ടിച്ചിരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ. ചെന്നി എന്ന് പറയുന്നത് ചെവിയുടെ മുകൾ ഭാഗത്തെയാണ്. ചെവിയുടെ മുകൾ ഭാഗത്ത് ചരിച്ചിട്ടായിട്ട് കെട്ടിവച്ചിട്ടുണ്ട്. ചെമ്മേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഭംഗിയുള്ള. കുന്തള എന്ന് പറയുന്നത് മുടിക്കെട്ടിനെയാണ്. ചെവിയുടെ മുകളിലായി ചരിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ആ മുടിക്കെട്ടെന്നാണ് പറയുന്നത്. ഇവിടെയും ആ സ്ത്രീകളുടെ ഭംഗിയാണ് ഇവിടെ കവിത്രി ചൂണ്ടിക്കാണിക്കുകയും നമ്മളിൽ അത് മനസ്സിലാക്കി എടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഈ മുടിക്കെട്ട് കെട്ടിയിരിക്കുന്നതെന്നാണ്. തുമ്മാഞ്ചെരുതി യുടുപ്പുടത്തുമ്പുകളൊന്നു മേലോക്കു കയറ്റിക്കുത്തി. തുമ്മാഞ്ചെരുതി, ചെരുതി എന്ന് പറയുന്നത് തിരുകി എന്നാണ്. എന്തിനാണ് തിരികെ വച്ചിരിക്കുന്നത്? തുമ്മുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലേ. ഉടുത്തിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കർഷകർ ഉപയോഗിക്കുന്നത് സാരിയൊക്കെയാണല്ലേ. ഈ സാരിയുടെ തുമ്പ് എന്ത് ചെയ്തിരിക്കുകയാണ്? മേലേട്ട് കയറ്റി കുത്തി വെച്ചിരിക്കുകയാണ്. കാലുപുതയും വരമ്പത്തെ പാഴ്ചെടി തറയിൽ താമരത്താർ വിടർത്തി. ഈ വരിയിൽ കർഷക സ്ത്രീകളുടെ കാലിനെ അവർ എത്ര മനോഹരത്തോടെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. കാല് പുതയുകയാണ്. നമുക്കറിയാലോ, കൃഷിയിടത്തൊക്കെ നല്ല ചെളി ഉണ്ടാവുമല്ലേ. ഈ ചളിയിൽ അവരുടെ കാൽ പുതഞ്ഞിരിക്കുകയാണ്. മുഴുവനായി ചളി നിറഞ്ഞിരിക്കുകയാണ് അവരുടെ കാലിൽ. താമര പോലുള്ള അവരുടെ കാലിനെ, ഇവിടെ കാലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് താമരയുമായിട്ടാണ്. താമര പോലുള്ള അവരുടെ കാലുകൾ വിടർത്തിയിരിക്കുന്നത് ഈ വരമ്പിലെ ചളിയിലാണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ജോലിയുടെ മഹത്വമാണോ? അല്ല, ആദ്യത്തെ
വരികളിൽ മാത്രമാണ് ആ ജോലിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീടുള്ളത് കവയിത്രി കണ്ട കാഴ്ചകളും അവരത് എത്ര പരിശ്രമത്തോടെയാണ് ചെയ്യുന്നതെന്നും അത് എത്ര മനോഹരമാണ് കണ്ടിരിക്കാൻ എന്നുമൊക്കെയാണ് കവയിത്രി ഈ വരികളിലൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് മക്കളതൊക്കെ വ്യക്തമായിട്ട് എഴുതണം. ഈ വരികളിൽ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചാണെന്നും ഇത് കവയിത്രി കണ്ട് അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരികയാണ് മറ്റുള്ളവരിലേക്കെന്നും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് എഴുതാൻ പറ്റണം കേട്ടോ. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ, നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. ഇവിടെ മന്ദം എന്ന് പറയുന്നത് മന്ദം മന്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പതുക്കെ പതുക്കെ. ഇപ്പോൾ മന്ദം എന്ന് പറയുന്നത് പതുക്കെ എന്നാണ്. ഇവിടെ മന്ദം എന്ന് പറയുന്നത് ദിഗന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിക്കുകളിലേക്കും. തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു സൂര്യൻ്റെ പൊൻരശ്മികളേറ്റ് ആകാശം മുഴുവൻ ചുവന്നിരിക്കുകയാണെന്നല്ലേ. ആ വരിയുടെ ബാക്കിയാണിത്. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ, പതുക്കെ പതുക്കെ എന്താണ് ഉണർന്നിട്ടുണ്ട്. എന്ത്? എല്ലാ ദിക്കുകളിലേക്കും ഈ രശ്മികൾ പടർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നേരിയ മഞ്ഞുപോൽ, വളരെ ചെറിയ രീതിയിൽ പൂമഴയൊന്ന് പാറി, മഴയൊന്ന് ചെറുതായിട്ട് ചാറി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ മഴ പാഞ്ഞു പോയെന്നും ഇവിടെ പറയുന്നുണ്ട്. അടുത്ത 4 വരി നമുക്ക് നോക്കിയാലോ. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും മെങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു, ഹാ എന്തൊരു സുന്ദരാലൈക്യം നീ കേരളമേ. പച്ചിലക്കൂട്ടം എന്ന് പറയുന്നത് ഇലകളുടെ ഒരു കൂട്ടത്തെ, ചെടികളെ, മരങ്ങളെ, പുല്ലിനെ, ഇതിനെയൊക്കെയാണ് ഇവിടെ പച്ചിലക്കൂട്ടം എന്ന് പറയുന്നത്. പാടവും മാടവും എന്ന് പറയുന്നത് വീടുകളാണ്. ഇവിടെയൊക്കെ എന്താണ്? ചക്രവാളത്തൊക്കെ എന്താണ്? എങ്ങുമെങ്ങും ഈ പാടത്തും വീട്ടിലും ചക്രവാളത്തിലും എങ്ങുമെങ്ങും എല്ലായിടത്തും എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒന്നു കുളിർന്നു നനഞ്ഞു, ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. തൊട്ടു മുന്നത്തെ വരികളിൽ പറഞ്ഞിരുന്നു മഴ പാറിപ്പോയെന്ന്. ഈ മഴ പാറിപ്പോയ വഴിയിൽ എല്ലാം എന്താണ്? ഒന്ന് കുളിർന്ന് നനഞ്ഞു. ഇവിടെയൊക്കെ എന്താണ്? നനഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് കാണാൻ എന്തൊരു കൃതിക്കൊള്ളണം കേട്ടോ. കിക്കിളി കൂട്ടിയുഴവു ചാലിൽ കൂടെ പൊക്കിള പൊന്തും വയൽ ചളിയിൽ. ഈ വരികളിൽ പറയുന്നത് നമുക്കറിയാലോ, കൃഷിയിടത്തൊക്കെ വെള്ളവും ചളിയും ഒക്കെ ഉണ്ടാവില്ലേ. ഈ ചാലിൽ കൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്കറിയാം കാളയൊക്കെ ഉണ്ടാവുമല്ലേ. നമുക്കറിയാം ഈ സമയത്ത് കാളയൊക്കെ കർഷക തൊഴിലാളികളുടെ കൂടെ കാണാം. ഈ കാളയും അതേപോലെ തന്നെ കർഷക തൊഴിലാളികളും കാല് വരമ്പത്ത് വെക്കുമ്പോൾ പൊക്കിള പോലെ പൊന്തുമെന്നാണ് പറയുന്നത്. വയലിലെ ചെളികളെല്ലാം പൊക്കിള പോലെ പൊന്തുമെന്നാണ് പറയുന്നത്. മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. ഈ വരിയിൽ പറയുന്നത് മന്ദമിറങ്ങി, പതുക്കെ അവരിറങ്ങി നിരന്നു നിൽക്കുകയാണ്. അവരവരുടെ സ്ഥാനത്തായി നിൽക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവരാണ് മണ്ണിൻ്റെ നരുമ മക്കൾ. മണ്ണിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഈ കർഷക തൊഴിലാളികൾ, ഈ കർഷകരാണ് എന്നാണ് പറയുന്നത്. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. ഈ വരികളിലൊക്കെ അവരുടെ പരിശ്രമത്തെക്കുറിച്ചും അവരുടെ അധ്വാനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ വരികളിലൊക്കെ ഈ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും അതേപോലെ തന്നെ അധ്വാനത്തെയും പരിശ്രമത്തെക്കുറിച്ചും അവരുടെ വിയർപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വരികളിൽ കാണിച്ചിരിക്കുന്നത്. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. അവരുടെ കൈകളൊക്കെ എങ്ങനെയാണ്? ഞാറ് നടുന്നതിൻ്റെ കാര്യത്തിലാണ്. ആ സമയത്ത് അവരുടെ കാലുകൾ എങ്ങനെയാണ് മക്കളെ? ചളിയിൽ കുതിക്കുകയാണ്, ചളിയിൽ പുതർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം. താഴെ വയലിൽ നിരനിരാളം വിരിയുകയായി.
ഈ വരിയിൽ അർത്ഥമാക്കുന്നത് താഴെ വയലിൽ നിരനിരയായി. താഴെ വയലിൽ നിരനിരയായിട്ട് എന്താണ് മക്കളെ നടുന്നത്? നെല്ലാണ് നടുന്നത്. ആ നെല്ലിനെ അവർ പരാമർശിച്ചിരിക്കുന്നത് നീലനിരാളമായിട്ടാണ്. അപ്പോൾ മക്കളെ എക്സാമിന് എഴുതണം, നീലനിരാളമായെന്ന് പറയുന്നത് ഈ നെല്ലിനെയാണ് കേട്ടോ. നീലനിരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ള വസ്ത്രമെന്നാണ്. നീലനിരാളം എന്ന് പറയുന്നത് അത്രയും വിലപിടിപ്പുള്ള വസ്ത്രമാണ്. ആ നീലനിരാളത്തെയാണ് നെല്ലിനെയുമായിട്ട് അവർ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എക്സാമിന് ചോദിക്കാം, എന്താണ് ഈ നീലനിരാളവുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്? അതുപോലെ നർത്തനമാടുകയായി. ഈ വരിയിൽ പറയുന്നത് കേരളത്തിൻ്റെ വീരാപദാനങ്ങൾ. വീരാപദാനങ്ങൾ എന്ന് പറയുന്നത് വീരകഥകളാണ്. ഈ വീരകഥകളൊക്കെ അവർ കാണിച്ചു തരികയാണ് ഒരു നാടൻ പാട്ടിലൂടെ. നാടൻ പാട്ടിലൂടെ നർത്തനമാടുകയാണ്, നൃത്തം വയ്ക്കുകയാണ് അവർ. ഈ കർഷക തൊഴിലാളികൾ നാടിൻ്റെ പെരുമയും മേന്മയും ഒക്കെ മനസ്സിലാക്കി തരികയാണ് നാടൻ പാട്ടിലൂടെ എന്നാണ് പറയുന്നത്. സന്തത തൂലികാ സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ. ഇവിടെ തൂലിക എന്ന് പറയുന്നത് പെന്നിനെയാണ്, എഴുതാൻ കവയിത്രി എഴുതാൻ ഉപയോഗിച്ച പെന്നിനെയാണ്. അതേപോലെ തന്നെ മൽക്കരമേ എന്ന് പറയുന്നത് കൈയാണ്. എൻ്റെ കൈ വേദനിച്ചു, നൊന്തു, വേദനിച്ച് മരവിച്ച് പോയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണെന്ന് മക്കൾക്കറിയാമോ? സന്തത തൂലികാ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതണം, എഴുതിയേ പറ്റൂ. അങ്ങനെയൊരു സാഹചര്യത്തിൽ എഴുതിയാലും മതിവരാത്തത്രയും ഭംഗിയോളമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി എന്നാണ് കവയിത്രി ഈ വരിയിൽ. മഞ്ജുള മിക്കാല സൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക ഭക്തിപൂർവ്വം. ഈ 2 വരിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ജോലിയുടെ പരിശ്രമത്തെയാണല്ലേ. മിക്കാല സൃഷ്ടിക്കു, ഇങ്ങനെ കാണാൻ കിട്ടിയ ഈ സൃഷ്ടിക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈകൂപ്പി അർപ്പിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക ഭക്തിപൂർവ്വം, നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നാണ് കവയിത്രി പറയുന്നത്. ചെറുകുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു. ഇവിടെ പറയുന്നത് നാടിൻ്റെ മേന്മകൾ അവർ നെയ്തെടുക്കുന്നത് സുന്ദരമായ അവരുടെ കൈവിരലിൽ ഈ പറയുന്ന ചളിയൊക്കെ പുരണ്ടിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പരിശ്രമവും അധ്വാനത്തിൻ്റെ ഫലമാണ് നാം കഴിയുന്ന ഓരോ ഭക്ഷണവും. മക്കൾ ഇതിന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മാർക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇംപ്രഷൻ കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, ആദ്യത്തെ വരിയിൽ തന്നെ അത് ഇങ്ങനെയാണ് മക്കൾ എഴുതേണ്ടത്. കടത്തനാട്ട് മാധവി അമ്മയുടെ അതിമനോഹരമായൊരു കവിതയാണ് ഗ്രാമശ്രീകൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഈ കവിതയുടെ ഒരാശയം നമുക്ക് എന്താ മനസ്സിലായത്? കർഷക തൊഴിലാളികളുടെ അധ്വാനവും പരിശ്രമവും എല്ലാം കാണിച്ചു തരുന്ന ഒരു കവിതയാണല്ലേ. അതിലൂടെ അതിമനോഹരമായ കാഴ്ചകളും കവയിത്രി കണ്ട കാഴ്ചകൾ നമ്മളിലേക്ക് പകർന്നു തരികയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. അങ്ങനെ ഒരു 4-5 വരി എഴുതുക. ഈ കവിതയുടെ മൊത്തം ആശയം, അതായത് മൊത്തമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യമെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലായി അത് എഴുതിയിട്ട് പിന്നെ നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക മൊത്തമായിട്ടായിരിക്കില്ല. ഇനി മൊത്തമായിട്ട് ആസ്വാദനക്കുറിപ്പാണെങ്കിൽ ഈ പറഞ്ഞ വരികളൊക്കെ ഇങ്ങനെ എഴുതുക. എന്താണോ അർത്ഥം അത് എഴുതുക. അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം മുഴുവനായി എഴുതുക. ഈ 2 വരിയിൽ മാത്രമാണോ അതോ കവിത്രി കണ്ട കാഴ്ചകളാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് എഴുതാം. എന്നിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ കവിതയിൽ നിന്ന് നമ്മുടെ ഇവരുടെ എല്ലാവരുടെയും, ഈ കർഷക തൊഴിലാളികളുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അത് നിർത്തുക. അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ആസ്വാദനക്കുറിപ്പിലും അതേപോലെ തന്നെ ഈ 2 വരിയോ 4 വരിയോ ഒക്കെ വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ മക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഈ 2 വരി തന്നു അല്ലെങ്കിൽ 4 വരി തന്നു, അതിൻ്റെ അർത്ഥം ഫുൾ ചെയ്തു, എന്നാലും അത്രത്തോളം പേജിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ കവിത വായിച്ചത്, ഈ കവിത ഇപ്പം വായിച്ച സമയത്ത് നമുക്കിതിൻ്റെ അർത്ഥം മൊത്തം മനസ്സിലായല്ലോ. ഇതിൻ്റെ അർത്ഥം വെച്ചിട്ട് നമുക്കെന്ത് മനസ്സിലായി, ഇതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കേരളത്തെ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുമോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. നമ്മളുടെ ഒത്തൊരുമയാണ് കേരളത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ എഴുതിക്കോളാം കേട്ടോ. അപ്പോൾ മലയാളത്തിൻ്റെ എക്സാം ടിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറക്കാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി.